അസ്സലാമു അലൈക്കും. 2025-26 അധ്യയന വർഷത്തിലെ അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് എക്സാമിന് ഉപകാരപ്പെടുന്ന മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. LPൻ്റെയും UPൻ്റെയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം LP വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള മോഡൽ പേപ്പറാണ്. ഈ പേപ്പർ 2023 LP തലത്തിൽ സ്കൂൾ ലെവലിൽ ചോദിച്ചതാണ്. ഇവിടെ ആൻസർ എഴുതേണ്ടത് OMR ഷീറ്റിലാണ്. അത് കറുപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഇസ്മുൽ ആഹിർ ലി സൂറത്തിൽ ഫലക്കി വന്നാസി മാ, അതായത് അവസാനത്തിലുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. ഈ രണ്ട് സൂറത്തിനുമായിട്ട് ഒരു പേര് പറയുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഇഹ്ലാസ്, ഓപ്ഷൻ ബി മുഅവ്വിദതൈനി, ഓപ്ഷൻ സി ഫുർഖാൻ, ഓപ്ഷൻ ഡി കാഫിറൂൻ. ഉത്തരം ഓപ്ഷൻ ബി മുഅവ്വിദതൈനി. ഇഖ്തറു ഷാസാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഒറ്റപ്പെട്ടയാളെ കണ്ടെത്താനാണ്. ഓപ്ഷൻ എ കൽബ്, ഓപ്ഷൻ ബി ബക്കറ, ഓപ്ഷൻ സി ഫീല്, ഓപ്ഷൻ ഡി ഉറാബ്. അതായത് കൽബ് എന്ന് പറഞ്ഞാൽ നായ, ബക്കറ എന്ന് പറഞ്ഞാൽ പശു, ഫീല് ആന, ഉറാബ് കാക്ക. ഇതിൽ ഉറാബ് പറക്കുന്നതാണ്, ബാക്കിയുള്ളതൊക്കെ അല്ലാത്തതുമാണ്. അപ്പോൾ ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ഡി ഉറാബാണ്. അതായത് ആൻസർ ഓപ്ഷൻ ഡി ഉറാബ് കാക്ക. മൂന്നാമത്തെ ചോദ്യം, അയ്യു യോമുൻ നഹ്തഫിലു യോമുൽ ഇസ്തിക്ലാൽ. യോമുൽ ഇസ്തിക്ലാൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനം എന്നാണ്, ഏത് ദിവസമാണ്? ഓപ്ഷൻ എ നവംബർ 14, ഓപ്ഷൻ ബി ഡിസംബർ 10, ഓപ്ഷൻ സി യൂലിയു 15, ഓപ്ഷൻ ഡി അഗസ്റ്റസ് 15. ഇതിൽ നവംബർ എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, യൂലിയോ ജൂലൈ, അഗസ്റ്റസ് ആഗസ്റ്റ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അഗസ്റ്റസ് 15, ഓഗസ്റ്റ് 15. നാലാമത്തെ ചോദ്യം, മൻ ഹുവ വസീറുൽ വുസ്റായി കേരള. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? വസീറുൽ വുസ്റായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിണറായി വിജയൻ. അഞ്ചാമത്തെ ചോദ്യം, യഅ്സൂബ് ജംഉ. യഅ്സൂബ് എന്നതിൻ്റെ ജംഉ എന്താണ്? പരീക്ഷയ്ക്ക് പോകുമ്പോൾ മുഫ്രദും ജംഉം പഠിച്ച് പോകണം. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ യഅസീബ്, ഓപ്ഷൻ ബി യഅ്സൂബത്ത്, ഓപ്ഷൻ സി ആസീബ്, ഓപ്ഷൻ ഡി തഅ്സൂബ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ യഅസീബ്. ആറാമത്തെ ചോദ്യം, അൽ ഉറാബു യതീറു ഡാഷ് അഷ്ഷജറ. ഓപ്ഷൻ എ ഫി, ഓപ്ഷൻ ബി അൻ, ഓപ്ഷൻ സി ബി, ഓപ്ഷൻ ഡി ഫൗക്ക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഫൗക്ക. ഏഴാമത്തെ ചോദ്യം, അക്ബറു മുഖാത്താഅത്തി ഫി കേരള. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നാണ്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഇതിൽ ശരിയായ ഉത്തരം പാലക്കാട് എന്നാണ് വരിക. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അത് മനസ്സിലാക്കി പഠിച്ചു പോവുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇടുക്കി. എട്ടാമത്തെ ചോദ്യം, മാ ഹുവൽ ഇസ്മുൽ ഖദീമു ലിൽ മദീനത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻ എ മക്ക, ഓപ്ഷൻ ബി അൽ ഹിന്ദ്, ഓപ്ഷൻ സി ഉമ്മാൻ, ഓപ്ഷൻ ഡി യസ്രിബ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലത്ത് പണ്ട് മദീനയുടെ പേരെന്തായിരുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി യസ്രിബ്. ഒമ്പതാമത്തെ ചോദ്യം, റത്തിബിൽ ജുംല. അതായത് ഇത് ക്രമത്തിലാക്കാനാണ്. ഇവിടെ സഹബ, ഇല, മാജിദ്, സൂഖ് 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓർഡറിൽ
ആക്കിയ നമ്പർ. ഇതിൽ ഒന്നാമത്തെ സഹബ, 2 ഇല, 3 മാജിദ്, 4 സൂക്ക്. ഇത് ക്രമത്തിലാക്കി എഴുതിയ നമ്പറുകൾ ഈ ഓപ്ഷൻസ് ഏതാണെന്നാണ് നമ്മൾ അവിടെ ശരിയായത്. അതിൽ ഓപ്ഷൻ എ 1 4 3 2, ഓപ്ഷൻ ബി 1 2 3 4, ഓപ്ഷൻ സി 1 4 3 2, ഓപ്ഷൻ ഡി 1 3 2 4. ഇതിൽ ശരിയായ ക്രമത്തിൽ വരുന്നത് ഓപ്ഷൻ ഡി 1 3 2 4. അത് ക്രമത്തിലാക്കി വായിക്കുമ്പോൾ സഹബ മാജിദുൻ ഇല സൂക്ക്. മാജിദ് അങ്ങാടിയിലേക്ക് പോയി. അടുത്ത ചോദ്യം, യോമുൽ ആഷുറ ഫി ഡാഷ്. അത് ആഷുറ ദിനം ഏത് ദിവസത്തിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റമളാൻ, ഓപ്ഷൻ ബി ഷവ്വാൽ, ഓപ്ഷൻ സി മുഹറം, ഓപ്ഷൻ ഡി ദുൽഹിജ്ജ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുഹറം. മുഹറം മാസത്തിലാണ് ആഷുറ. മുഹറം 10-നാണ് ആഷുറ. അടുത്ത ചോദ്യം, ഇഹ്തറിൽ ഷാസ്. നമ്മൾ ആദ്യത്തെ ചോദ്യങ്ങൾ ചെയ്തതാണ്. ഒറ്റപ്പെട്ടവനെ കണ്ടെത്താനാണ്. ഓപ്ഷൻ എ അസ്വദ്, ഓപ്ഷൻ ബി അഹ്മർ, ഓപ്ഷൻ സി അഹ്ലർ, ഓപ്ഷൻ ഡി അക്ബർ. ഈ 4 ഓപ്ഷനിൽ 3 നിറങ്ങളാണ്, 1 മറ്റേ അല്ലാത്തതുമാണ്. ഓപ്ഷൻ എ അസ്വദ് കറുപ്പ്, ഓപ്ഷൻ ബി അഹ്മർ ചുവപ്പ്, ഓപ്ഷൻ സി അഹ്ലർ പച്ച, ഓപ്ഷൻ ഡി അക്ബർ. അക്ബർ പറഞ്ഞാൽ വലുത് എന്നാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ഡി അക്ബർ ആണ്. അടുത്ത ചോദ്യം, സുനിൽ ഛേത്രി മഷ്ഹൂറും ഫി. അതായത് സുനിൽ ഛേത്രി ഏത് തരത്തിലാണ്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ സി കുറത്തുൽ കദം ഫുട്ബോൾ, ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. സുനിൽ ഛേത്രി ഇന്ത്യൻ പ്ലെയറാണ്. ഉത്തരം ഓപ്ഷൻ സി കുറത്തുൽ കദം ഫുട്ബോൾ പ്ലെയറാണ് സുനിൽ ഛേത്രി. അടുത്ത ചോദ്യം, കം മുഖാത്തഴത്തി ഫി കേരള. കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 15. ഉത്തരം ഓപ്ഷൻ സി 14. അടുത്ത ചോദ്യം, ഇവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. ബബിൾ, അതിൻ്റെ ഇംഗ്ലീഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. പാരറ്റ്. നമ്മൾ അവിടെ ഇനി കണ്ടെത്തി എഴുതേണ്ടത് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. താഊസ്, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ പീക്കോക്ക് ആണ്. അടുത്ത ചോദ്യം 15ാമത്തെ അവസാനത്തെ ചോദ്യമാണ്. മത്താ നഹ്തലിഫു ലിൽ യൗമിൽ ആലമിൽ അറബി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം ഏത് മാസത്തിലാണ്? ഓപ്ഷൻ എ ഡിസംബർ, ഓപ്ഷൻ ബി അഗസ്റ്റസ്, ഓപ്ഷൻ സി യൂലിയു, ഓപ്ഷൻ ഡി മായു. ഓപ്ഷൻ എ ഡിസംബർ, ഓപ്ഷൻ ബി ഓഗസ്റ്റ്, ഓപ്ഷൻ സി ജൂലൈ, ഓപ്ഷൻ ഡി മെയ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ. അടുത്തത് UP വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള മോഡൽ പേപ്പറാണ്. ഇതും 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, കാന ഹാറൂൻ അർ റഷീദ്. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ ഷായിറൻ, ഓപ്ഷൻ ബി അദീബൻ, ഓപ്ഷൻ സി ഹലീഫൻ, ഓപ്ഷൻ ഡി റിയാലിബൻ. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഖലീഫ. അടുത്ത ചോദ്യം, മാ ഹുവ റഖമുൽ ആത്തി. ഈ പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? ഇതിൽ ഓപ്ഷൻസായി വരുന്നത് ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 45, ഓപ്ഷൻ ഡി 50. ഇവിടെ ഈ പാറ്റേണിൽ 3 കഴിഞ്ഞാൽ അടുത്തത് 8 ആണ്. ഇവിടെ കൂടുന്നത് 5 ആണ്. 3 തൊട്ട് 5 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. 8-ൽ നിന്ന് 18-ലേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 10. അപ്പോൾ ആദ്യം 5 കൂടി, 5 പിന്നെ അതിൻ്റെ ഇരട്ടി 10 കൂടി. അപ്പോൾ ഇനി 10-ൻ്റെ ഇരട്ടിയാണ് കൂടുക. അപ്പോൾ അടുത്തത് 18-ലേക്ക് 20 കൂട്ടിയുള്ള സംഖ്യയായിരിക്കും. ഈ ഓപ്ഷൻസിൽ 18-നോട് 20 കൂട്ടിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ
38. അതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഫിൽ ഖുർആനി സൂറത്തുൻ ഇസ്മുഹ ഇസ്മു യൗമുൽ മിൻ അയ്യാമി മാഹിയ. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് ആഴ്ചയിലെ ദിവസങ്ങളിലെ ഒരു ദിവസത്തിൻ്റെ പേരിലാണ് ആ സൂറത്തുള്ളത്. ഏതാണ് സൂറത്ത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ജുമുഅ, ഓപ്ഷൻ ബി ഹമീസ്, ഓപ്ഷൻ സി അസബത്ത്, ഓപ്ഷൻ ഡി അഹദ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജുമുഅ. നാലാമത്തെ ചോദ്യം, ഉക്തുബു ഇസ്മു മർക്കബി ബിഹാസിഹിൽ ഉറൂഫ്. ഇവിടെ 4 ഹർഫുകൾ തന്നിട്ടുണ്ട്. ഇത് വെച്ച് ഒരു വാഹനത്തിൻ്റെ പേര് എഴുതാനാണ്. ഓപ്ഷൻ എ കിത്താർ, ഓപ്ഷൻ ബി ത്വാരിഖ്, ഓപ്ഷൻ സി അർക്കത്ത്, ഓപ്ഷൻ ഡി കിറാത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിത്താർ, തീവണ്ടി. ആദ്യത്തെ ചോദ്യം പൂരിപ്പിക്കാനാണ്. ഡാഷ് യഅമലൂന ഫിൽ ഹഖ്ലി. ഫിൽ ഹഖ്ലി എന്ന് പറഞ്ഞാൽ വയലിൽ. യഅമലൂന ഇതിൽ ഓപ്ഷൻസായി വരുന്നത് ഓപ്ഷൻ എ അൽ മസാരിയാത്ത്, ഓപ്ഷൻ ബി അൽ മസാരിയോൻ, ഓപ്ഷൻ സി അൽ മുസാരി. ഇവിടെ വിട്ടുപോയ പദത്തിന് ശേഷം വന്നത് യഅമലൂന എന്നായതുകൊണ്ട് ഇവിടെ വിട്ടുപോയ പദം അവസാനം ഊന എന്ന് വരുന്നതും ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഗ്രാമർ ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലത്തെ കേട്ടോ. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അൽ മസാരിയൂന. അത് പൂർത്തിയായി വായിക്കുമ്പോൾ അൽ മസാരിയൂന യഅമലൂന ഫിൽ ഹഖ്ലി. അടുത്ത ആറാമത്തെ ചോദ്യം, മാഹിയൽ അസ്റു ദഹ്വി അൽ അദബൽ അറബി. ഓപ്ഷൻസ് എ അൽ അസ്റുൽ അറബി, ബി അൽ അസ്റുൽ സി അൽ അസ്റുൽ അബ്ബാസി, ഡി അൽ അസ്റുൽ മാലി. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി അൽ അസ്റുൽ അബ്ബാസി. അടുത്ത ചോദ്യം, ആഷഫി കുന്തൂത്തി ഷാഇറുൽ മഷൂർ മാസ്മുഹു. കൊണ്ടോട്ടിയിൽ ജീവിച്ച ഒരു പ്രശസ്തരായ ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ മോയിൻകുട്ടി വൈദ്യർ, ഓപ്ഷൻ ബി അലി മൗലവി, ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ ഡി അബ്ദുൽ ഖാദർ വഖമി. ഇതിൽ കൊണ്ടോട്ടിയിൽ ജീവിച്ച ആൾ ആരാണെന്നാണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാണ്. ഉത്തരം ഓപ്ഷൻ എ മോയിൻകുട്ടി വൈദ്യർ. അടുത്തത്, ദാരിസ് എന്നതിൻ്റെ സമാന പദം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിവിടെ എഴുതേണ്ടത് അബ് എന്നതിൻ്റെ സമാന പദമാണ്. ഓപ്ഷൻ എ വലത്, ഓപ്ഷൻ ബി വലതത്ത്, ഓപ്ഷൻ സി വാലിദ്, ഓപ്ഷൻ ഡി വാലിദത്ത്. ഇതിൽ അബ് എന്നതിൻ്റെ സമാന പദം ഓപ്ഷൻ സി വാലിദ്. ഒൻപതാമത്തെ ചോദ്യം, അവ്വല് മൻ അസ്ലമ മിൻ നിസാ. ഒൻപതാമത്തെ ചോദ്യം, അവ്വൽ മൻ അസ്ലമ മിനൻ നിസാ. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആയിഷ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ബി ഖദീജ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ സി ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ഡി റുഖിയ റളിയല്ലാഹു അൻഹു. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. പത്താമത്തെ ചോദ്യം, മൈസ് സഹീഹ്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ്. ഇവിടെ മാഇദ എന്നതാണ് എഴുതിയത്. മാഇദ എന്നത് പല രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ശരിയായി എങ്ങനെയാണ് എഴുതുക എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ മാഇദ, ഓപ്ഷൻ ബി മാഹിദ, ഓപ്ഷൻ സി മാഹിദ, ഓപ്ഷൻ ഡി മാഹിദ. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മാഇദ. അടുത്തത് 11ാമത്തെ ചോദ്യം, ഐന യജ്രി കസാഫ് 2023. അതായത് 2023 സാഫ് കപ്പ് നടന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ, ഓപ്ഷൻ ബി മുംബൈ,
ഓപ്ഷൻ സി ബാംഗ്ലൂർ, അതായത് ബാംഗ്ലൂർ. ഓപ്ഷൻ ഡി കൊൽക്കത്ത, അതായത് കൊൽക്കത്ത. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബാംഗ്ലൂർ ആണ്. ഇവിടെ 2023 സാഫ് കപ്പ് നടന്നത് എവിടെ എന്നാണ് ചോദിച്ചത്. 2024 സാഫ് കപ്പ് നടന്നത് എവിടെ എന്നൊക്കെ ചോദിക്കാം. അതും ഒന്ന് പഠിച്ച് പോവുക. അടുത്തത് ഉക്തുബ് ഷാസ് ഒറ്റപ്പെട്ടവനെ കണ്ടെത്താനാണ്. ഓപ്ഷൻ എ ഹിവാർ, ഓപ്ഷൻ ബി കിസ്സ, ഓപ്ഷൻ സി മുസക്കിറ, ഓപ്ഷൻ ഡി മനാറ. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം, കിസ്സ കഥ. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മനാറയാണ് ഇവയിൽ നിന്ന് ഒറ്റപ്പെട്ടത്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. മാഹിയൽ ഖസീദത്തുൽ മലയാളമിയ അല്ലദീ ഖദ് തർജമത് ഇല അറബിയ ബിസ്മി അസ്സഹ്റത്തി സാക്കിത. ഇതിൽ അസ്സഹ്റത്തി സാക്കിത എന്ന പേരിൽ അറബിയിലേക്ക് തർജ്ജമ ചെയ്ത മലയാള ഗ്രന്ഥം അഥവാ കൃതി ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ തസ്മീൻ, ഓപ്ഷൻ ബി വീണപൂവ്, ഓപ്ഷൻ സി ഇമ്രാം, ഓപ്ഷൻ ഡി ജാങ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വീണപൂവ്. അസ്സഹ്റ എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീണപൂവ് ആണ് എന്ന്. അടുത്ത ചോദ്യം, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് ആരാണ് എന്നതാണ്. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി നെഹ്റു, ഓപ്ഷൻ സി മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ ഡി ഗാന്ധി. ഇതിൽ ശരിയായ ഉത്തരം APJ അബ്ദുൽ കലാം. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം. 15ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്, പൂരിപ്പിക്കാനാണ്. ഡാഷ് തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഇതിൻ്റെ അർത്ഥം തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിനടിയിൽ. ഡാഷ് ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ എ അൽ ജന്ന, ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നതാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ളത്. ഇതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ അൽ ജന്ന. ഇതോടുകൂടി LPയുടെയും UPയുടെയും അലിഫ് ടാലൻ്റ് ടെസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ അവസാനിച്ചു. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ HSൻ്റെയും HSSൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.